ഹായ് ഗൈസ്, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഇടാനുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ലോങ് വീഡിയോ ഇടുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവിത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ പല പെൺകുട്ടികളും മരിച്ചു പോകുന്നത്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറേ ഷോർട്സ് വീഡിയോസൊക്കെ നോർമലായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ്ലി എൻ്റെ മൈൻഡിനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നാളെ എനിക്കായാൽ പോലും ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടി ഉണ്ടാകുന്ന കാര്യം തന്നെ ഇപ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. എങ്ങനെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതായി. ഇപ്പോൾ ഇനിയിപ്പോൾ പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് പെൺകുട്ടികളെ ഉണ്ടെങ്കിൽ അവരെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുക. ശരി, ഇപ്പം എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല മീൻസ് അറിയാമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ എഡ്യൂക്കേഷനൊക്കെ കുറച്ചുകൂടെ ഞാൻ പഠിച്ചിരുന്ന കാലം പോലെ അല്ല. പിള്ളേർക്ക് വേണ്ട എഡ്യൂക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക. എന്തൊക്കെ ലൈഫിൽ ഇനി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും സ്ഥലം മാറി എന്ന് പറഞ്ഞിരുന്നാലും കുട്ടികൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും അവരെ ജോബ് വിടാനുള്ള ഒരു കാര്യം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. അവരെ എപ്പോഴും ജോലി ചെയ്തിരിക്കണം. കല്യാണം കഴിഞ്ഞാൽ പോലും ജോലി ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവന്മാർക്ക് മാത്രം കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ലോകത്ത് കല്യാണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമമൊന്നും ഇവിടെയല്ല. എല്ലാവർക്കും വളരെ ഇപ്പോൾ എന്താ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ തനിച്ചാണ് ജനിക്കുന്നത് അല്ലേ, മരിക്കുമ്പോഴും തനിച്ചാണ് മരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറേ ആൾക്കാർ, അത് നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, സഹോദരങ്ങളാവാം, ഫ്രണ്ട്സാവാം, ഹസ്ബൻഡാവാം, മക്കളാവാം, ഈ ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ ചാപ്റ്റേഴ്സ് മാത്രമാണ്. ഓക്കെ, സോ ആ ചാപ്റ്റേഴ്സ് നമ്മൾ വായിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതായത് ഞാൻ പറയുന്നത് ഹസ്ബൻഡും കുട്ടികളുമാണ്. അപ്പോൾ കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഓൺ തോട്ട്സാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ പലർക്കും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവർക്ക് പെണ്ണെ കിട്ടിയിട്ടില്ല. പല പെൺകുട്ടികളും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് പേടിയാണ്. അവർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് വിടുമോ ഇല്ലയോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോർമലായിട്ട് വളരെ ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുക കാര്യങ്ങൾ. പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ, ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ സംസാരിക്കുക. അതല്ല ലവ് മാരേജ് ആണെങ്കിൽ അവരോട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയാം, എനിക്ക് ജോലിക്ക് പോകണം, കല്യാണം കഴിഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ളത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 80s 90s 2000 ആ ഒരു ടൈമിലൊക്കെ ഉള്ള പാരൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെയൊക്കെ പോലത്തെ പാരൻസ്, അവരുടെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ബേർഡനാണ് അവർക്ക്. അതായത് ഇപ്പം ഞാൻ തന്നെ കുട്ടിക്കാലം മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണ് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത്, മര്യാദയ്ക്ക് വീട്ടിലെ എല്ലാ ജോലികളും പഠിച്ചോ, അത് കുക്കിംഗ് ആയാലും ശരി, ക്ലീനിങ് ആയാലും ശരി, എല്ലാ ജോലിയും പഠിച്ചോ, നാളെ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് പോകേണ്ടതാണ്. ഞാനതൊരു കുഞ്ഞുനാൾ മുതൽ, എനിക്കൊന്ന് 60 വെച്ച നാൾ മുതൽ നാളെ വേറൊരു വീട്ടിൽ പോകേണ്ട പെണ്ണാണ്. കിടന്നുറങ്ങുന്ന കണ്ടില്ലേ, 6 മണിയായി 7 മണി, ഇങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഓക്കെ, 7 മണിയായി 8 മണിയായി എന്നൊക്കെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ മുറ്റടിക്കണം, വീടടിച്ച് വാരണം, പാത്രം കഴുകണം, ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സ്കൂളിൽ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വന്നത്. അപ്പം ഞാനിത് ചോദിക്കുമ്പോഴും എൻ്റെ അമ്മ പറയുന്നത് എന്താണ്, നാളെ വേറൊരു വീട്ടിലോട്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും നീ പഠിച്ചിരിക്കണം. അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും അമ്മായിയമ്മ നിന്നെ എടുത്തിട്ട് അടിക്കും, ഇടിക്കും, ഉപദ്രവിക്കും. എന്തുകൊണ്ടാണ്? നിൻ്റെ അമ്മ ഈ ജോലികളൊന്നും പഠിപ്പിക്കാണ്ടാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ച് വിട്ടേന്ന്? നമ്മളെന്താ വീട്ടു ജോലിക്കാണോ പോകുന്നത്? അല്ലല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അന്ന് നമുക്കങ്ങനെ വലിയ അറിവൊന്നുമില്ലല്ലോ. നമുക്ക് എന്താ കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നത്തെ പോലെ മൊബൈലില്ല. മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ന്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം സുലഭമാണ്. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അമ്മ പറയുന്നത് എന്താണോ അതാണ് സത്യം, അതാണ് കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനും ജീവിച്ചു വന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയാം, വീട്ടിലെല്ലാ ജോലിയും പഠിക്കണം, എന്താ പറയുക, വാഷ് ചെയ്യാനായാലും നമ്മൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യണം, അതുപോലെ പാത്രം കഴുകണം, സ്വന്തമായിട്ട് വീട്ടിൽ കുക്കിങ് ചെയ്യണം. അങ്ങനെ ഞാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കിങ്ങൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അത്യാവശ്യം ചായയൊക്കെ ഇടുമായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു +1 +2 ഒക്കെ ആയ സമയത്താണ് ഞാൻ കുക്കിങ് ശരിക്കും പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചെന്ന് വെച്ചാൽ എല്ലാ ജോലികളും പഠിക്കണം, നാളെ വേറെ വീട്ടിൽ പോവേണ്ടതാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മൈൻഡിൽ കുഞ്ഞുനാളിൽ മുതലേ ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്താണ് നമ്മുടെ പാരൻസൊക്കെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പെൺകുട്ടികളും എന്താണ് ആ രീതിക്കായിരിക്കും വളരുന്നത്, നാളെ വേറെ വീട്ടിൽ പോകാനുള്ള, നാളെ വേറെ വീട് പോകും. അപ്പോൾ ഈ വീട് എൻ്റെ അല്ല എന്നുള്ളൊരു തോട്ടിലാണ്. ഇത് എൻ്റെ വീടല്ല, മനസ്സിലായോ? ഒരു
മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ജനിക്കുന്ന സമയം മുതൽ ഇപ്പോൾ ഒരു 10-25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് വരെ മാക്സിമം പോയി കഴിഞ്ഞാൽ അത്രയും വയസ്സ് വരെയാണ് നമുക്ക് ആ വീട്ടിൽ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന പോലെ നമുക്ക് താമസിക്കാം. എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന എന്താണ്, നാളെ വേറെ വീട്ടിൽ പോകാനുള്ളതാണ്. ഇത് ശരിക്കും ആ പെങ്കൊച്ചിൻ്റെ മനസ്സിൽ എത്രത്തോളം കുട്ടിക്കാലം മുതൽ അതൊരു വേദനയായിട്ട് മാറുമെന്ന് ഈ പാരൻസ് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ വേറെ വീട്ടിൽ പോകണം, നാളെ കല്യാണം കഴിച്ച് പോകാമെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്നേ പറയാൻ പറ്റുള്ളൂ കല്യാണം കഴിക്കാതെ. പിന്നെ അത് ചോയ്സാണ്, കല്യാണം കഴിക്കണോ കുട്ടികൾ ഉണ്ടാക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് മാത്രമാണ്. പക്ഷെ നമ്മുടെ പാരൻസ് എന്താണ്, കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടായാൽ മാത്രമേ ലൈഫ് നമ്മുടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ വളർന്നത്. അപ്പോൾ അവരും നമ്മുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോവേണ്ടതാണ്, നിങ്ങൾക്ക് നാളെ കുട്ടികൾ ഉണ്ടാവേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അല്ലേ. സോ അങ്ങനെയല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പലർക്കും പെണ്ണ് കിട്ടിയിട്ടില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പം പേടിയാണ് കല്യാണം കഴിച്ചാൽ ജോലിക്ക് വിടുമോ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുമോ, എന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ കഷ്ടപ്പെടുത്തുമോ, അമ്മ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ പേടികളോടുകൂടിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പെൺകുട്ടികൾക്ക്. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ കൊണ്ടാണ്. പിന്നെ നമ്മളെ ജയ എന്നുള്ളൊരു സിനിമ കണ്ടായിരുന്നു നിങ്ങൾ. അതിനകത്ത് ബേസിൽ ജോസഫ് അവളെ ഡിവോഴ്സ് ചെയ്യണം, അതായത് ദർശനയെ ഡിവോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. ആ സമയത്ത് ബേസിൽ പറയും, അവൾക്കൊക്കെ ജീവിക്കാൻ പറ്റും, നമ്മളില്ലെങ്കിലും അവൾക്കൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷെ നമ്മളെ കൊണ്ട് അവരില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ വേറൊരു ആൾ ചോദിക്കുന്നുണ്ട്, അത് ചേട്ടന് അത്രയ്ക്ക് അണ്ണന് അങ്ങനെ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഡിവോഴ്സ് ചെയ്യണമെന്ന് ചോദിക്കും. ഇഷ്ടമല്ലടാ എന്ന് പറയും. അതിന് കാരണം വെച്ചാൽ ദേ നീഡ് എ ഫിസിക്കൽ നീഡ്സ് അവർക്ക് ആവശ്യമാണ് അല്ലേ. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതായാലും അവരുടെ ഫിസിക്കൽ കാര്യങ്ങൾക്കായാലും അവർക്ക് ഒരു ലേഡി ആവശ്യമാണ്. ഒരു പെൺകുട്ടിയെ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല എന്നല്ല, അതും അവർക്ക് ചോയ്സാണ്. അതില്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടായാലും എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട്, ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. മര്യാദയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ എടുത്ത് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആദ്യം ഒരു സ്റ്റാൻഡിൽ എത്തിക്കാൻ നോക്കുക. അതിനുശേഷം മാത്രം കല്യാണം കഴിക്കുക. ആരുടെയെങ്കിലും ചിലവിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇത് എൻ്റെയും കൂടെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരാളുടെ ചിലവിൽ, അപ്പം ഹസ്ബൻഡായാലും ശരി ആരായാലും ശരി, നമ്മൾ ഒരാളുടെ ചിലവിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ നമുക്ക് യാതൊരുവിധ വാല്യൂം ഈ ലോകത്ത് ഉണ്ടാവത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള കഴിവുണ്ടോ? ഈ പണ്ടൊക്കെ എൻ്റെ അമ്മ പറയും, താൻ കൈ ഉണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മുടെ കൈ നമ്മുടെ എവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയുടെ ഇവിടെ വെച്ച് കിടക്കും. വേറെ ആരുടെയെങ്കിലും കൈയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ സമയമാകുമ്പോൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തല കീഴെ വീഴത്തില്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തം ഒന്ന് തുമ്മിയതാട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മക്കളെയൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതായത് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ അവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കാനുള്ള എല്ലാ തരം ഹെൽപ്പും അവർക്ക് ചെയ്തു കൊടുക്കുക. അതൊരു ഡ്യൂട്ടി ഒന്നുമല്ല, നമ്മളൊരു സപ്പോർട്ട്, നമുക്കൊരു മോറൽ സപ്പോർട്ട്. അതുപോലെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടാം. അതൊരിപ്പോൾ ലവ് മാരേജ് ആയിക്കോട്ടെ, അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ. ഇപ്പം ലവ് മാരേജ് ആണെങ്കിൽ പൊതുവിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ത് പറയും, ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു പെൺകുച്ച് വേറൊരു വീട്ടിലോട്ട് പോയി, ലവ് മാരേജ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലവ് മാരേജ് ആണെങ്കിൽ, അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത്രയും സ്നേഹമുള്ളൊരു അച്ഛനമ്മയാണെങ്കിൽ നമ്മൾ വിളിച്ച് പറയുമല്ലോ, ഇങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ പാരൻസിനും ഒരു ക്ലീഷ ഡയലോഗാണ്, നീയായിട്ട് കണ്ടുപിടിച്ചതല്ലേ, നീയായിട്ട് സ്നേഹിച്ച് നീയായിട്ട് കല്യാണം കഴിച്ച് പോയതല്ലേ അല്ലേ. ഇപ്പം സ്നേഹിച്ചിറങ്ങിപ്പോയവരല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സ്നേഹിച്ചിറങ്ങിപ്പോയവരായാലും ശരി മാത്രമല്ല പറയുന്നത്, സ്നേഹിച്ചിറങ്ങിപ്പോയവരായാലും ശരി, സ്നേഹിച്ചതിന് ശേഷം അറേഞ്ച്ഡ് മാരേജ്, അറേഞ്ച്ഡായിട്ട് നടന്നവരായാലും ശരി, അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴും ഈ പാരൻസ് പറയുന്നത് എന്താണ്, നീയായിട്ട് കണ്ടുപിടിച്ച ഒരു കല്യാണാലോചനയല്ല, അപ്പം എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തോന്ന്. അവർക്ക് അവരുടെ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അവർക്ക് മെജോറിറ്റി ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാലോ, കല്യാണം കഴിഞ്ഞ് പോയില്ലേ, ഇനിയിപ്പം ഇനിയിപ്പോൾ അവൻ നോക്കിക്കോട്ടെ, അവൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ, അവരെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ,
നമുക്കതിനൊന്നും സമയമില്ല. ഒരു ഒരു ബാധ്യതയാണ്. അവർ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പടിയടച്ച് പെണ്ണം വെച്ച പോലത്തെ ഒരു ഫീലാണ്. പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും തന്നെയും നല്ല പാരൻസാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വാസമുള്ള പാരൻസിൻ്റെ അടുത്തായിരിക്കും എപ്പോഴും പെൺകുട്ടികൾ കോൾ ചെയ്തിട്ട് പറയാം, അച്ഛാ അല്ലെങ്കിൽ അമ്മ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്നെ ഒന്നൊന്ന് രക്ഷിക്കുക, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. നമുക്ക് അത്രയും അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുള്ള പാരൻസിൻ്റെ അടുത്തായിരിക്കും മിക്ക പെൺകുട്ടികളും ഇത് വിളിച്ച് പറയുന്നത്. പക്ഷേ നമ്മുടെ പാരൻസിൻ്റെ റെസ്പോണ്ട് എന്തായിരിക്കും? മോളെ ഇത്രയും പേരും അറിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. മറ്റേ പണ്ടത്തെ വിസ്മയുടെ കേസും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്, ആൾക്കാർ എല്ലാവരും അറിഞ്ഞതാണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നാട്ടുകാരോട് നമ്മൾ എന്ത് പറയും? ഈ നാട്ടുകാരാരാണ്? ഈ നാട്ടുകാർ കല്യാണം വിളിച്ചാലോ കുഞ്ഞുണ്ടാകുമ്പോൾ 28 വിളിച്ചാലോ ഒക്കെ വരുന്ന ആൾക്കാരാണ് ഈ നാട്ടുകാരും ബന്ധുക്കളൊക്കെ. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഓടി വന്ന് സഹായിക്കുന്നവരൊന്നുമല്ല ഈ നാട്ടുകാർ. അതാദ്യം പാരൻസ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു അവയറെങ്കിലും ഉണ്ടാവുക. എന്ത് കാര്യം വന്നാലും എൻ്റെ കുട്ടിക്ക് ഞാനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ആ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാരൻസിൻ്റെ വലിയൊരു കടമയാണ് കേട്ടോ. അല്ലാണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടോടനെ തീർന്നു എല്ലാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കാനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. വെറുതെ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കുക, വൈഫിന് ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് ജീവിക്കുക. കുട്ടികളെ ഉണ്ടാക്കരുത്, കുട്ടികളെ ജനിപ്പിക്കരുത്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ സന്തോഷത്തിലുണ്ടായില്ലെങ്കിലും അവർക്കൊരു സങ്കടം, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാവണം. അതാണ് ശരിക്കുള്ള മാതാപിതാക്കൾ. മനസ്സിലായോ? അങ്ങനെ ഇല്ലാത്തവർ മാതാപിതാക്കളായിട്ട് തന്നെ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അച്ഛനും അമ്മയുണ്ട്. നമുക്ക് വിളിച്ച് പറഞ്ഞാൽ എന്ത് തന്നെയായാലും അവരെന്നെ സപ്പോർട്ട്. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെ കോളേജിൽ സംസാരിച്ചപ്പോഴൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അവരൊന്നും മോളെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് കല്യാണം കഴിച്ചതല്ലേ, നീ കുറച്ചുകൂടെ അവിടെ പിടിച്ചു നിന്നിട്ട് എന്തിനാ? എന്നിട്ട് അവസാനം മരിച്ച് ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം തിരിച്ചു വരുമോ? ഇല്ല, മരിച്ചു പോയാൽ. ഇപ്പം തന്നെ ഷാർജയിൽ 2 പേര് മരിച്ചു. ആ കേസ് എന്തായെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അത് ശരിക്കും ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതാണോ അതോ ഇനി അവന്മാരെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണോ ഒന്നും അറിയത്തില്ല. എന്ത് തന്നെ ആയാലും എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇതിൽ ഇപ്പം ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഈ ഒരു ന്യൂസ് ഞാൻ കേൾക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഈ ന്യൂസ് കേട്ടതിന് ശേഷം ഞാൻ ഇതുവരെ വീഡിയോസ് ഇട്ടിട്ടില്ല, ഷോർട്സ് ഒന്നും. കാരണം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഡെയിലി ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്ന, ഡെയിലി ഇത് തന്നെ. ഈ ഇങ്ങനത്തെ രീതിയിലാണെങ്കിൽ എന്തിനാ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? പെൺകുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ കല്യാണം കഴിക്കണേ? നിങ്ങൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്മാർക്ക് അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇതായിരിക്കുകയാണെങ്കിൽ അത് അവരുടെ കാര്യം നോക്കിക്കോട്ടെ. നിങ്ങൾ സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ മേടിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെക്യൂർ ആക്കാൻ നോക്കാം. അല്ലാണ്ട് ഇവന്മാരുടെയൊക്കെ കാലിൻ്റെ താഴെ പോയി കിടന്ന് അടിയും ചവിട്ടും ഒന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല മെയിനായിട്ടും. പിന്നെ ഈ പാരൻസ് എന്നൊക്കെ പറയുന്ന എല്ലാവരും നല്ല പാരൻസ് ഒന്നുമല്ല. ഈ പാരൻസ് ആകാൻ എല്ലാവർക്കും പറ്റും അല്ലേ? പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നമുക്ക് പറ്റും അല്ലേ? അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വം അവിടെ തീർന്നില്ല. ആ പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക, എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക. ഹെൽപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കടമ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് കടമയായിട്ട് ചെയ്യേണ്ടത്, ഇപ്പം കല്യാണം കഴിഞ്ഞു അല്ല പോട്ടെ, ഒരു പെങ്കൊച്ച് 25 വയസ്സായി, അപ്പുറത്ത് എന്താടാ നിൻ്റെ മോളുടെ കല്യാണം ഇതുവരെ ആയില്ലേ, അവൾ കല്യാണം ആലോ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ആ പ്രഷർ കയറിയിട്ട് അച്ഛനമ്മമാരോ ഉടനെ എൻ്റെ മോളെ കെട്ടിച്ചു വിടണം, ആൾക്കാർ ചോദിക്കുന്നത് നാട്ടുകാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിച്ചു കൊടുക്കും. എന്നിട്ട് നല്ല നല്ല പൈസയുള്ള വീട്ടിലെ പയ്യനാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കും. അവിടെ പോയി നോക്കിയാലറിയാം വീട്ടിലെ വേലക്കാരിക്ക് തുല്യമായിട്ട് ആ പെങ്കൊച്ച് അവിടെ ഉണ്ടാവും. ഇത് പലരുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലരുടെ സിറ്റുവേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. നേരിട്ട് നമുക്ക് അറിയാമെന്നുള്ള സിറ്റുവേഷൻസ് വരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പാരൻസ് എന്നുള്ള ആൾക്കാർ നിങ്ങൾ ഉറപ്പായിട്ട് ആ പിള്ളേരുടെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവരുടെ മരണം നിങ്ങളുടെ കൺമുന്നിൽ മരിച്ചു കിടക്കുക നിങ്ങൾ കാണേണ്ടി വരും. എന്താ പറയുക, നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മരണം വരെ നിങ്ങൾ മരിക്കാത്തൊരു ഓർമ്മയായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺമുന്നിൽ മരിച്ചു വീഴുക എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ചിലർക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഫീൽ ചെയ്യും. അല്ലാത്തവർ കുറച്ച് നാൾക്ക് അറിയും, പിന്നെ അതങ്ങ് പോവും. പക്ഷെ
ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് നാൾ കരയും, സ്റ്റാറ്റസൊക്കെ ഇടും, സ്റ്റോറിയൊക്കെ ഇടും, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് നിങ്ങളെ അറിയുന്ന പലവരും, ഈ കോമൺ ആയിട്ട് അറിയുന്ന പലരും കൂടുമ്പോൾ അയ്യോ അവൾ നല്ല കുട്ടിയായിരുന്നു കേട്ടോ, അവളിങ്ങനെ ആയിരുന്നു, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ പറയുന്ന സമയത്ത് വിഷമിക്കുന്നതല്ലാണ്ട് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, ഈ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഇതിപ്പോൾ ഷാർജയിലുള്ള കേസ് ആത്മഹത്യ ആണോയെന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ വന്നൊരു കേസ്, ഒരു പെങ്കൊച്ചൊരു ചെക്കൻ മതം മാറണമെന്നും പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ ഒരുപാട് ടോർച്ചർ ചെയ്തു. അവരാണെങ്കിൽ ഇമ്മോറൽ ട്രാഫിക്കിന് തന്നെ അറസ്റ്റ് ആയ ഒരു ചെക്കനാണ്. നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ആ പെങ്കൊച്ചു തന്നെ കത്തെഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹിക്കേണ്ടി വരും, പിന്നെ ഇവനിങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിനി വയ്യമ്മ, ഞാൻ ജീവിച്ചിരുന്നത് ഞാൻ ഇവനെ സ്നേഹിച്ച് പോയതിനേക്കാളും ഞാൻ മരിക്കുന്നത്. എന്തിനാ കൊച്ചു മരിച്ചത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിനൊരു അമ്മയുണ്ട്, അതിൻ്റെ അച്ഛൻ 3 മാസം മുന്നേ മരിച്ചു പോയെന്ന് എൻ്റെ അമ്മ പറയുന്നുണ്ട്. എന്തിനാ കൊച്ചു മരിക്കാൻ പോയത്? അപ്പോൾ ഈ മരിക്കുമ്പോൾ എന്താണ്, സ്വന്തം ജീവിതമാണ്. നമുക്ക് മനുഷ്യനായിട്ട് ജനിക്കുന്ന ഒരു കാലം, ആ കാലം ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് ഡൗൺസ് ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ അപ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഡൗൺസ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിധിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സമാധാനിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. കല്യാണം കഴിപ്പിച്ച് വിട്ടു, അല്ല കല്യാണം കഴിഞ്ഞു പോയി, അവിടെ പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാന്നുണ്ടെങ്കിൽ ജോലിയുണ്ടോ, ഇറങ്ങിപ്പോരാ വീട്ടിൽ നിന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് വല്ല ലേഡീസ് ഹോസ്റ്റലിലോ പോയി താമസിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ബാക്കി എന്താണ്, ഇനി ഡിവോഴ്സ് കൊടുക്കണം, ഡിവോഴ്സ് കൊടുക്കുക. അല്ലാണ്ട് ജീവിതകാലം മുഴുവനും ആ വീട്ടിൽ തന്നെ കിടന്ന് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അടിയും തൊഴിയും കൊണ്ട് അവരുടെ തുണികളും കഴുകി അവർക്ക് കുക്കിംഗ് ചെയ്ത് കൊടുത്ത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കുക നല്ല രീതിയിൽ. ഇനി പഠിച്ചു വരുന്ന പിള്ളേരോടും പറയാനുള്ള, നിങ്ങൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുക, അതിനുശേഷം നല്ലൊരു ജോലി ഉണ്ടാക്കിയെടുക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ഒരു ബിസിനസ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, സ്വന്തം ഏർണിങ്സ് വെച്ചിട്ട് ജീവിക്കണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു പാർട്ട്ണറിനെ നമുക്ക് കിട്ടിയാൽ പോലും കുറേ നാൾ നമ്മൾ അവരെ വാച്ച് ചെയ്യണം. കൊള്ളാമോ, നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ മരിക്കാനായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്സിലോട്ട് പോകരുത്. ഓക്കെ, ആളെ പൂർണ്ണമായിട്ടും A to Z മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അവരെ കല്യാണം കഴിക്കാം. എനിക്കറിയാം നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എല്ലാ തരത്തിലും നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കണ്ട് ഒരു 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒന്നും മനസ്സിലാവത്തില്ല. കുറച്ച് വർഷങ്ങളെടുത്ത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച് പോയില്ലേ, ഇനിയിപ്പോൾ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഫിസിക്കൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കണം, അതിൻ്റെ പേരിൽ നമുക്കിങ്ങനെ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും പറയുന്നൊരു കാര്യമാണ്. ഞാനും പണ്ട് ഇങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. അയ്യോ ഇവരൊക്കെ എങ്ങനെയാണ്, എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, അവർ ലിവിങ് ടുഗദറൊക്കെ ആയിരിക്കും, എന്നിട്ട് അവർ വേറെ കല്യാണം കഴിച്ച് പോകുന്നതും കാണാം ഈസി ആയിട്ട്. അപ്പോൾ എനിക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അയ്യോ ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ, ഇതൊന്നും ഒരു കാര്യമേ അല്ല, ഇതൊന്നും ഒരു വിഷയമേ അല്ല. അതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല, എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ്, വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് മാത്രം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ പാരൻസ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, മക്കളെ സപ്പോർട്ട് ചെയ്യാൻ, മക്കൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ ജനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് അങ്ങ് ജീവിക്കുക. അല്ലാണ്ട് മക്കളെ ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നീ തന്നെ നോക്കിക്കോ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട, നാട്ടുകാരെ പറയിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പെൺമക്കളെയേ നിങ്ങൾ ജനിപ്പിക്കേണ്ട. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. പിന്നെ എനിക്ക് വളരെ രോക്ഷത്തോടെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട്. എന്തായാലും നമുക്കൊരു എന്താ പറയുക, ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട്. എനിക്കിതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ചായാലും ശരി, നമ്മുടെ വരും തലമുറയെക്കുറിച്ചായാലും ശരി, ഇനി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരെ കുറിച്ചായാലും ശരി, പറയാൻ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ ഒരു വീഡിയോ കേട്ടിട്ട്, എൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കമൻറ്റ് നിങ്ങൾ താഴെ ഇട്ടേക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ടാറ്റാ.